ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. അതിനു മുൻപ് ഒരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ കാർഡ് 8 ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. മറ്റുള്ള വ്യക്തികളാൽ ഇവരുടെ കണ്ണ് കെട്ടിയ അവസ്ഥയിലൂടെ ഇവർ കടന്നുപോയെന്നാണ് പറയുന്നത്. ഇവർക്ക് ചുറ്റും 4 വ്യക്തികളെ കാണിക്കുന്നുണ്ട്. സുഹൃത്തുക്കളാവാം, ഫാമിലി മെമ്പേഴ്സ് ആവാം, കൊളീഗ്സ് ആവാം. അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അവരെ അന്ധമായി വിശ്വസിച്ചിട്ട് നിങ്ങളെക്കുറിച്ച് ഓരോന്ന് പറയുന്നത് വിശ്വസിച്ചിട്ട് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾ ജെനുവിനാണോ എന്ന് പോലും അവർ സംശയിച്ചിരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നു. അപ്പോൾ മറ്റുള്ളവരുടെ വാക്കു കേട്ടിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയതെന്ന് ഇവിടെ കാർഡ്സ് പറയുകയാണ്. അതിനുശേഷമാണ് അവരിലേക്ക് തിരിച്ചറിവ് വന്നിട്ടുള്ളത്. തിരിച്ചറിവെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. ശരി എന്തെന്ന് മനസ്സിലാക്കുമ്പോൾ ആരാണ് അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിയുമ്പോൾ ജസ്റ്റിസാണ് നിങ്ങൾക്ക് തരാനായിട്ട് അവർ പോകുന്നത്. നിങ്ങളിലേക്ക് ഒരു ബാലൻസ് ഇവർ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളും അവരും തമ്മിലുള്ള ഒരു ബാഡ് കർമ്മ എന്തായിക്കൊണ്ട് നിങ്ങളിലേക്ക് ഗുഡ് കർമ്മ വരുന്നതായിട്ടാണ് ഇവിടെ ജസ്റ്റിസ് കാർഡ് പറയുന്നത്. ഇവിടെ യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഒരുപാട് പാഠങ്ങൾ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളാണ് ശരിയെന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങളിലേക്ക് വരുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ റീഡിംഗ് കാണുന്ന നിമിഷം നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ പോസിറ്റീവ് സൈനാണ് കാണിക്കുന്നത്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ്, എൻ്റെ പേഴ്സൺ എന്നിലേക്ക് മടങ്ങി വരുമോ? യെസ് എന്നാണ് ഇവിടെ സൺ കാർഡ് പറയുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു. നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ സൺ കാർഡ് കിട്ടുകയെന്ന് വെച്ചാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ദിവസങ്ങളിലാണ് സൺ കാർഡ് കയറി വരിക. ഇന്ന് നിങ്ങളിലേക്ക് സൺ കാർഡ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവ് അറിയിക്കാനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഓഫ് കപ്സ് കാർഡാണ് അടുത്ത കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. കപ്സ് കാർഡ് എന്ന് പറയുമ്പോൾ അവരുടെ ഇമോഷനെയാണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സിനെയാണ് കാണിക്കുന്നത്. റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് അവരിൽ ഉണ്ടാവുകയാണ്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവർക്ക് വളരെയേറെ കണക്ഷൻ ഫീൽ ചെയ്യാണ്. പാഷനേറ്റ് സോളാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഒരു സ്പാർക്ക് അവരിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് വേറെ എവിടെ നിന്നും അവർക്ക് കിട്ടിയിട്ടില്ല. സീക്കിംഗ് കണക്ഷൻ എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവരുടെ ഹേർട്ടുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന, ടച്ച് ചെയ്യുന്ന നിങ്ങളുടെ ഓർമ്മകളെയാണ് കാണിക്കുന്നത്. അവരിലെ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് അവരാണ് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത്. മറ്റുള്ള വ്യക്തികളുടെ വാക്കു കേട്ടിട്ട് അവരാണ് മാറി നിന്നിട്ടുള്ളത്. തിരിച്ചറിവ് വരുമ്പോൾ അവർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാണ്. കറക്റ്റായിട്ടുള്ള സമയത്തിനായിട്ട് അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് കാർഡ് പറയുന്നത് സ്ട്രെങ്ത് ആണ്. ആദ്യ കാലഘട്ടത്തിൽ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയത്ത് അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. കറക്റ്റായിട്ടുള്ളൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ഇവിടെ അവർ കറേജ് കൊണ്ടുവരികയാണ്, സ്ട്രെങ്ത് കാണിക്കുകയാണ്. അവർ ഒരു തീരുമാനത്തിലേക്ക് എത്താണ്, ഒരു ഡിസിഷനിലേക്ക് എത്താണ്. ഗ്രേസ്ഫുൾ ലീഡർഷിപ്പ് എന്നീ കാർഡ് പറയുന്നുണ്ട്. അത് അവരുടെ ആ ഒരു സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. എന്തിനേയും മുന്നോട്ട് നയിക്കാനായിട്ട് അവർക്ക് സാധ്യമാകുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു ഹീലറാണ് അവരെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഹീലർ എന്ന് പറയുമ്പോൾ അവരുടെ കരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സ്വഭാവമായിരിക്കാം, മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള അവരുടെ ക്യാരക്ടറിനെ അവിടെ കാണിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കരിയറിനെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ അവരുടെ ചിന്ത എന്ന് പറയുന്നത് വളരെ പ്യുവറായിട്ട് പറയുകയാണ്. നിങ്ങളോടുള്ള സ്നേഹത്തിൽ ഒരു കളങ്കവുമില്ല എന്ന് പറയുകയാണ്. നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണ് ഏതെങ്കിലും രീതിയിലൊരു സ്റ്റക്ക് എനർജി വന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ മാത്രമാണ്. നല്ല രീതിയിൽ സ്നേഹം പോകുമ്പോൾ ചിലവർക്ക് അസൂയ തോന്നാം, അല്ലെങ്കിൽ ചിലവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നിട്ട് മാറിപ്പോയിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി അവിടെ കാണിക്കുന്നത്. എന്നാൽ ഇന്ന് തിരിച്ചറിവാണ് വന്നിട്ടുള്ളത്. നിങ്ങളെന്ന വ്യക്തിയുടെ സ്നേഹം സത്യസന്ധമാണെന്ന് അവർ തിരിച്ചറിയാണ്. വേറെ എവിടെ നിന്നും അത് കിട്ടിയിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങളിലേക്ക് അവരെത്തിക്കുകയാണ്.
ഇവിടെ ആക്ഷൻ എടുക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവരുടെ തീരുമാനം എന്ന് പറഞ്ഞത് ഉറച്ചതാണ്. ഇനിയൊരു മാറ്റമില്ല. ഫ്യൂച്ചറിലേക്ക് നിങ്ങളെ ക്ഷണിക്കാനായിട്ട് അവർ പോവുകയാണ്. നെക്സ്റ്റ് കാർഡ് 8 ഓഫ് പെൻറ്റക്കിൾ ആണ്. അവരുടെ സാമ്പത്തിക പുരോഗതിയെ അല്ലെങ്കിൽ അവരുടെ കരിയറിനെയാണ് ഈ കാർഡ് പറയുന്നത്. ഇവിടെ വളരെ കഴിവുള്ളൊരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. ആ പിക്ചർ നോക്കി തന്നെ അറിയാം, വളരെ ബിസി ആയിട്ടുള്ള ഒരു പ്രൊഫഷനെയാണ് കാണിക്കുന്നത്. എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തി എന്ന് യൂണിവേഴ്സ് പറയുന്നു. അവരുടെ മെത്തോളജിക്കൽ പ്രോഗ്രസിനെയും ഈ കാർഡ് പറയുന്നുണ്ട്. മാത്രമല്ല വളരെ ക്ഷമയോട് കൂടിയിട്ടും ഡിറ്റർമിനേഷനോട് കൂടിയിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു കോംപ്രമൈസും ഇല്ല. അവർ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ക്ഷമയോട് കൂടിയിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യത്തെയാണ് കാണിക്കുന്നത്. അവരുടെ സോൾ പർപ്പസിനെയാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രോഗ്രസ്സും അവർക്കുണ്ട്. അവരുടെ കരിയറിൽ നല്ല രീതിയിലുള്ള പ്രോഗ്രസ് അവരുടെ കരിയറിൽ നല്ല രീതിയിലുള്ള പ്രോഗ്രസ്സിനെയാണ് ഈ കാർഡ് പറയുന്നത്. അവർക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ അവരിലേക്ക് സംഭവിക്കുന്നുണ്ട്. അവരുടെ കരിയർ, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. എന്നാൽ 6 ഓഫ് കപ്സ് കാർഡാണ് അടുത്ത കാർഡ് കിട്ടിയിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ നൊസ്റ്റാൾജിയാണ് കാണിക്കുന്നത്. അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. എല്ലാം അവർക്കുണ്ടെങ്കിൽ കൂടിയും അവർ തനിച്ചായതുപോലെ അവർക്ക് ഫീൽ ചെയ്യാണ്. അവർ എല്ലാം ഓപ്പണായിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളോട് തന്നെയാണ്. നിങ്ങളോട് ഇത്ര നിമിഷങ്ങളാണ് അവർക്ക് വളരെ സന്തോഷമായിട്ട് തോന്നിയിട്ടുള്ളത്. അവരായിട്ടിരുന്നിട്ടുള്ളത് നിങ്ങളുടെ അടുത്താണ്. അതവർ തിരിച്ചറിയാണ്. നിങ്ങളോട് എല്ലാം ഓപ്പണായിട്ട് സംസാരിക്കണം. നിങ്ങളെന്ന വ്യക്തിയുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. പാസ്റ്റിനെ അവർക്ക് കണക്ട് ചെയ്യുന്നു. നിങ്ങളിലേക്ക് വന്നാലേ അവർ പൂർണ്ണനാകൂ എന്ന് അവർ തിരിച്ചറിയുന്നു. നെക്സ്റ്റ് കാർഡ് 10 ഓഫ് പെൻറ്റക്കിൾ ആണ്. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ടീച്ചിങ് ഇവിടെ സംഭവിക്കുകയാണ്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങളോടൊത്ത് അവർ ആഗ്രഹിക്കുന്നു. നല്ല രീതിയിൽ സാമ്പത്തിക മെച്ചം വരുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്നേഹവും അവരിലേക്ക് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. യൂണിവേഴ്സ് ഇവിടെ ബ്ലെസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരു സക്സസ്ഫുൾ ലൈഫ് അവർ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ജീവിതത്തിൽ അവരുടെ ലൈഫ് എൻഡ് വരെ നിങ്ങൾ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാർഡ് പറയുന്നത്. ഇന്ന് നിങ്ങളും അവരും തമ്മിൽ നോ കോണ്ടാക്ട് ആണെങ്കിൽ, സെപ്പറേഷനിലാണെങ്കിൽ, നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കാണിക്കുന്നത് പുതിയ തുടക്കമാണ്. കറന്റ് ഫീലിംഗ് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത് ഫൂൾ കാർഡാണ്. അവർ ഈ ബന്ധത്തിൽ ഒരു തുടക്കം ആഗ്രഹിക്കുകയാണ്. അവരാണ് തെറ്റ് ചെയ്തതെന്ന് അവർ തിരിച്ചറിയുന്നു. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ക്ലൂ നമുക്ക് നോക്കാം. ടൈം കാർഡ് നോക്കാം. എന്നായിരിക്കും നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചു വരവ്, അഥവാ അവർ മെസ്സേജോ കോളോ ചെയ്യാനുള്ള സാധ്യതയെ നമുക്ക് ടൈം കാർഡിലൂടെ നോക്കാം. ഇവിടെ 3 കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ആദ്യത്തെ കാർഡ് ഇൻ 19 ഡേയ്സ് എന്നാണ് പറയുന്നത്, 19 ദിവസം. സെക്കൻഡ് കാർഡ് ഇൻ 23 ഡേയ്സ് എന്നാണ് പറയുന്നത്, 23 ദിവസം. തേർഡ് കാർഡ് ഇൻ 1 മന്ത് എന്നാണ് പറയുന്നത്, 1 മാസം. എല്ലാവർക്കും ഒരുപോലെ ആവില്ല ഈ കാർഡ്സ് എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുന്നത്. കാരണം എല്ലാവരും ഒരേ എനർജി അല്ല, ഡിഫറെൻ്റ് എനർജിയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഈ കാർഡ്സിൽ നിങ്ങൾക്ക് ഏത് കാർഡാണോ അട്രാക്ഷൻ തോന്നുന്നത്, നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുന്നത്, ആ കാർഡിനെ നിങ്ങൾക്ക് സ്വീകരിക്കാം. മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാം. മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചാൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് പറയാം. അത്രമേൽ ആഗ്രഹത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമുക്ക് സാധിക്കും. മാനിഫെസ്റ്റ് ചെയ്ത് നമുക്ക് സാധിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏത് കാർഡാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടതെങ്കിൽ പ്രാർത്ഥിക്കാം. യൂണിവേഴ്സ് കൂടെയുണ്ട്. ഇവിടെ പോസിറ്റീവ് തിങ്കിങ് ആണ് വേണ്ടത്. ഒത്തിരി പേര് പേഴ്സണൽ റീഡിങ് എടുക്കുന്നുണ്ട്. 6 മാസവും 9 മാസവും 1 ഇയറും 2 ആഴ്ചയും 2 ദിവസമൊക്കെ ആയിട്ട് പിണങ്ങി നിൽക്കുന്നവർ, മാറി നിൽക്കുന്നവർ ഒക്കെ റീഡിങ്ങിന് വരുന്നുണ്ട്. ഒത്തിരി പേർക്ക് ആശ്വാസമായിട്ട് ഈ റീഡിങ് മാറുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് പോസിറ്റീവ് തിങ്കിങ് ആണ് വേണ്ടത്. നമ്മളുടെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ, ഞാൻ പറയുന്നു, നമ്മുടെ സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളതാണെങ്കിൽ യൂണിവേഴ്സ് ആയിട്ട് തന്നെ, പ്രപഞ്ച ശക്തിയായിട്ട് തന്നെ നമ്മളിലേക്ക് എത്തിക്കും.
ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് തിരിച്ചറിയുമ്പോൾ അവർ നമ്മളിലേക്ക് വരും. അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഈ റീഡിങ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.